ഹായ് ഗായ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ അങ്കിത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ ഇന്ന് 8 വയസ്സാവുകയാണ്. വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ എന്നോട് പറയുകയാണ്, അമ്മ എന്നെ ഒന്ന് ഹാപ്പി ലാൻഡിൽ കൊണ്ടുവന്ന്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവനെ ഹാപ്പി ലാൻഡിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാനും അബിയും കുഞ്ഞുങ്ങളുമായിട്ട് ഹാപ്പി ലാൻഡിലോട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വീടിനടുത്തുള്ള അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്കിത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൻ്റെ പേരിൽ നാളിലും അർച്ചന കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിറക്കേണ്ട ഒരു കേന്ദ്രയിലായിരുന്നു ദേവൻ. അതുകൊണ്ട് തന്നെ ഞാനും അങ്കിത്തും മാത്രമാണ് അമ്പലത്തിൽ കയറിയത്. അബിയും ദേവനും പുറത്ത് കാറിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങളൊരു 7 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലും കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി നേരെ ഹാപ്പി ലാൻഡിലോട്ടാണ്. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ദേവനൊന്ന് ഛർദ്ദിച്ച് തൊഴിച്ചാൽ പോകുന്ന വഴിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ ദോശയാണ് കഴിച്ചത്. പക്ഷേ അബി നല്ല സ്പീഡിൽ വണ്ടി ഓട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ എത്താൻ ലേറ്റ് ആകുമെന്ന് വിചാരിച്ച്. 10 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവത്തുള്ളൂ. എന്നാലും അബി നല്ല കത്തിച്ച് വിട്ട് പോകുന്നുണ്ടായിരുന്നു. റൂട്ട് മാപ്പൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോയത്. കാരണം ഹാപ്പി ലാൻഡിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 19 കിലോമീറ്റർ അകലെ വെമ്പായം എന്ന സ്ഥലത്താണ് ഹാപ്പി ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തെ മിനി വണ്ടർല എന്നാണ് ഹാപ്പി ലാൻഡ് അറിയപ്പെടുന്നത്. നമ്മളിത് ഹാപ്പി ലാൻഡിലെത്തി കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ലാൻഡിൽ. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു ക്യൂ തന്നെ നമുക്ക് കാണാം. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളായിരുന്നു കൂടുതലും. അങ്കിത്തും ദേവനും അബിയും ഹാപ്പി ലാൻഡിൽ ആദ്യമായിട്ടാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഹാപ്പി ലാൻഡിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലാണ് അങ്കിത്തും ദേവനും. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമൊക്കെയാണ് അബി നടക്കുന്നത്. അങ്ങനെ അബി പോയി ക്യൂ നിൽക്കുകയാണ്. ഞാനും പിള്ളേരെൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദേവൻ ചെന്ന് അവിടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്ന ആൾ വന്നില്ലേ എന്ന്. അവിടെ ഫുള്ളും ലേഡീസ് സ്റ്റാഫായിരുന്നു കേട്ടോ. പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വന്ന് ഒരിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരിടമാണ് കേട്ടോ ഹാപ്പി ലാൻഡ്. ദേവൻ അവിടെയൊക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അവിടെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഒരു കുഞ്ഞുമായിട്ട് അവൻ നല്ല രീതിയിൽ കൂട്ടായി. അങ്ങനെ അവർ തങ്ങളുടെ അവിടെ നിന്ന് കളിക്കുവാണ്. കൂടെ അങ്കിത്തും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ് നോക്കണമായിരുന്നു. അങ്ങനെ അങ്കിത്തിൻ്റെ ഹൈറ്റൊക്കെ നമ്മൾ നോക്കി, ദേവൻ്റെ ഹൈറ്റ് നോക്കിയിട്ടാണ്. അപ്പം ദേവന് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു, അങ്കിത്തിന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. നമുക്കിത് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് സെക്യൂരിറ്റിയിൽ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ലോക്കർ സൗകര്യമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ബാഗും ലഗേജും നമ്മുടെ ഫോണും ഒക്കെ വെക്കാനായിട്ട് ലോക്കറുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കറിൻ്റെ ഫെസിലിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫോൺ വെച്ച് നമുക്ക് വീഡിയോ എടുക്കണമല്ലോ. ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുമായിരുന്നു. നമ്മൾ ആദ്യം ലെഫ്റ്റിലോട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടൊക്കെ ഒരുപാട് തിരക്കാണ്. പക്ഷേ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലാണ് പൂൾസൊക്കെ. അപ്പോൾ അവിടെ എല്ലാവരും കുറച്ച് ഈ മറ്റുള്ള റൈഡുകളിൽ കയറിയിട്ടേ ഇറങ്ങത്തുള്ളൂ. കാരണം പൂളിൽ ഇറങ്ങി നനഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള റൈഡുകളിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ അബി പിള്ളേരോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പൂളിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ആരും ഇല്ലായിരുന്നു. കാരണം അത് പൂളിൻ്റെയൊക്കെ സൈഡ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കിഡ്സ് വേൾഡ് എന്ന് എഴുതിയിട്ടുള്ളൊരു പ്ലേ ഏരിയയിലോട്ടാണ് നമ്മൾ പോയത്. നമ്മളവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്കൂളിലെ കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടെല്ലാം ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്കിതിനും ദേവനും ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വേവ് പൂളാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് വേവ് പൂൾ ഓപ്പൺ ആക്കുന്നത്. അതും 2 സമയത്ത്, 2 മണിക്കും 4 മണിക്കും. 15 മിനിറ്റേ കാണത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. ബാക്കിയുള്ള റൈഡെല്ലാം അപ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വേവ് പൂളിലേക്ക് വരും. വേവ് പൂൾ നിൽക്കുമ്പോഴത്തേക്കും റെയിൻ ഡാൻസ് തുടങ്ങിയിരിക്കും. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാനും അബിയും കൂടി ഇതേ ഒരു വാട്ടർ സൈഡിൽ കയറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങളുടെ കിളി തന്നെ പോയി. അത് കഴിഞ്ഞ് അബി ഒരു വാട്ടർ സൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ മുകളിലാണ് വാട്ടർ സ്ലൈഡ്സ് ഒക്കെ. അങ്ങനെ അബി ഇതേ മാറ്റ് തിരിച്ചു കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അബിയും അങ്കിത്തും കൂടി ഒരു വാട്ടർ സൈഡിൽ പോയി. അബി തൂക്കി എടുത്തോണ്ടാണ് അങ്കിത്തിനെ പോയത്. അങ്കിത്ത് വേണ്ടാച്ചാന്ന് പറഞ്ഞിട്ട് അബി അങ്കിത്തിനെ തൂക്കി എടുത്തോണ്ട് പോയി. അപ്പോൾ അങ്കിത്തിന് പേടിയാവുന്നതുകൊണ്ട് തന്നെ അബി ആദ്യം ചാടി ഇറങ്ങി അങ്കിത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പൂളിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ അബിയെ കൊണ്ട് ദേവൻ അബിയെ പൂളിൽ ഇറക്കിപ്പിച്ചു. ഈ പൂളിൽ നിന്ന് പിന്നെ അവനെ തിരിച്ച് കയറ്റാൻ പറ്റിയ പാട് ചില്ലറ ഇഷ്ടമൊന്നുമല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല റേറ്റിൽ തന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അങ്കിത്തിനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അവൻ്റെയും ദേവൻ്റെയും ഫോട്ടോ ആയിരുന്നു നമ്മൾ ഗിഫ്റ്റായിട്ട് അങ്കിത്തിന് കൊടുത്തിരുന്നത്. അങ്കിത്തിനും ദേവനും അത് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടം കൊണ്ടൊന്നും ബർത്ത്ഡേയുടെ സർപ്രൈസ് തീരുന്നില്ല കേട്ടോ. കൊച്ചയും കുഞ്ഞയും അവനൊരു കേക്ക് സർപ്രൈസായി ഒരുക്കി വെച്ചിരുന്നു. ബർത്ത്ഡേ ദിവസം അങ്ങനെ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.